കേട്ടില്ലേ കോർപ്പറേഷനിൽ മേയറമ്മച്ചി UK പോയി അങ്ങനെ ലക്ഷങ്ങൾ പൊടിച്ചു. ആ കേട്ടില്ലേ കോർപ്പറേഷനിൽ മേയറമ്മച്ചി ഗപ്പ് വാങ്ങാൻ UK ലക്ഷങ്ങൾ പൊടിച്ചു. റോഡ് മുങ്ങി കേട്ടോ, തോട് വന്ന് കേട്ടോ, കേരളം മൊത്തത്തിൽ അല്ല കേരളം വേണ്ട, കേരളം മൊത്തത്തിൽ വേണ്ട, കേരളം മൊത്തത്തിൽ വേണ്ട, തിരുവനന്തപുരം മൊത്തത്തിൽ മുങ്ങി. ഓഹോയ് ഇന്നലെ തിരുവനന്തപുരത്തുകാരുടെ അവസ്ഥ നിങ്ങളുടെ ഡച്ച് മാതൃകയല്ല, ഇത് നിങ്ങളുടെ മുക്ക് മാതൃക. എവിടെ തിരിച്ചെത്തിയോ? പോയി ഗപ്പടിച്ചിട്ട് മഴ പെയ്ത് വെള്ളം പൊങ്ങുന്നത് ഞങ്ങളുടെ കുറ്റമാണ്, ഞങ്ങളാണ് മഴ പെയ്യുന്നത്. അല്ല ഇനി മുങ്ങത്തില്ല, ഞാൻ കുടിച്ചു പറ്റിക്കുമെന്നായിരുന്നല്ലോ നിങ്ങളുടെ മേയർ ആര്യ രാജേന്ദ്രൻ തള്ളിയത്. പണ്ട് ഇങ്ങനെയായിരുന്നു തമ്പാനൂരില് മഴ പെയ്ത പണ്ട് ഇത്ര ഇല്ലായിരുന്നു. അതെ കടലായിരുന്നു, ഇപ്പൊ കുളമായിട്ടുണ്ട്. പണ്ട് ഇത്ര ഇല്ലായിരുന്നു, അതല്ലേ നമ്മുടെ പ്രശ്നം. പണ്ട് കാണുമായിരുന്നു. മഴ ഒരൊറ്റ മഴ ഒന്ന് പെയ്തപ്പോഴത്തേക്ക് ഇന്നലെ തിരുവനന്തപുരത്തുകാര് റോഡ് എവിടെ കാലെടുത്ത് വെക്കുന്നത് കുഴിയിലോട്ട്. പണ്ട് പണ്ട് തമ്പാനൂർ ഇങ്ങനെയായിരുന്നു, ബസ് സ്റ്റാൻഡൊക്കെ കടലായിരുന്നു. കടല് കാല് വയ്ക്കാൻ പോലും പറ്റില്ല, ഇപ്പൊ കാലിങ്ങനെ വെക്കാൻ പറ്റുന്നില്ലേ? കാല് വെക്കാൻ വേണ്ടിട്ടായിരുന്നു നിങ്ങൾ സ്മാർട്ട് സിറ്റി പണിത്. സ്മാർട്ട് സിറ്റി വന്നപ്പോൾ എന്തൊക്കെയായിരുന്നു തള്ളിയത്? അത് പിന്നെ ഒറ്റത്തുള്ളി വെള്ളം ഞങ്ങൾക്ക് പിഴവൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾക്ക് പിഴവൊന്നും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് പിഴവ് സംഭവിക്കാഞ്ഞിട്ടാണോ സ്മാർട്ട് സിറ്റി മുഴുവൻ സ്മാർട്ട് റോഡ് മുഴുവൻ മുങ്ങിയത്? മഴ വന്നപ്പോ സ്മാർട്ട് റോഡിനെ കുറിച്ച് പെട്ടെന്ന് ഇറങ്ങിപ്പോയല്ലോ. ഫ്ലെക്സ് അടിക്കുന്നു, സ്മാർട്ട് റോഡിന് കാശ് മറ്റേ ഇറക്കിയതിന്റെ കഥ നാട്ടുകാരെ അറിയിക്കുന്നു. മഴയായ പെയ്യും, വെള്ളമായ പെയ്യും, സമ്മതിച്ചു. മഴയാകുമ്പോൾ വെള്ളം നിൽക്കും, പക്ഷെ ഇങ്ങനെയും വെള്ളം നിൽക്കുവോടോ? അത് പിന്നെ പണ്ട് നിങ്ങൾ മറ്റ് ജില്ലകളെ വിടും, അവിടുത്തെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ ഇമാതിരി തള്ളൊന്നും അല്ലല്ലോ തള്ളിയത്. സ്മാർട്ട് റോഡ് കൊണ്ടുവന്നപ്പോ നിങ്ങൾ എന്തുവായിരുന്നു പറഞ്ഞത്? ലോകോത്തര നിലവാരത്തിലുള്ള യൂറോപ്പ് പോലും ഞെട്ടുന്ന തരത്തിലുള്ള റോഡ് ഞങ്ങൾ പഠിച്ചു. അതെ, യൂറോപ്പ് ഞെട്ടിയിട്ടുണ്ട് ഈ വെള്ളക്കെട്ട് കണ്ടിട്ട്. ഇതിപ്പോ കടലേതാ റോഡ് ഏതാന്ന് അറിയത്തില്ലായിരുന്നു. ഇതാണോ നിങ്ങൾ വർഷങ്ങളെടുത്ത് പണിത സ്മാർട്ട് റോഡ്? ഞങ്ങൾ നടപടി സ്വീകരിക്കും. എന്താ കുടിച്ചു പറ്റിക്കുമോ? നിങ്ങളുടെ കോർപ്പറേഷനിലെ നിങ്ങളെ കമ്പികളെല്ലാം കൂടെ വട്ടം കൂടിയിരുന്ന് കുടിച്ചു പറ്റിക്കുമോ തിരുവനന്തപുരത്തെ വെള്ളം? നിങ്ങൾ സ്മാർട്ട് റോഡ് എന്ന് പറയുമ്പോൾ പേരിന് മാത്രം പോരാ. തിരുവനന്തപുരത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടിന്റെ അതിന്റെ കാരണം എന്താണ്? പൊട്ടിയ റോഡാണെന്ന് സമ്മതിച്ചല്ലോ. പൊട്ടിയ റോഡ് മാത്രമല്ല, ഇവിടെ കാലാകാലങ്ങളായി തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന്റെ വലിയ പ്രശ്നം ഇവിടെ കൃത്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ആ ഡ്രെയിനേജിന്റെ മുകളിൽ കൂടെയൊക്കെയാണ് കെട്ടിടങ്ങൾ പണിതുയർത്താൻ നിങ്ങളുടെ കോർപ്പറേഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ തട്ടിൽ നിന്നല്ലേ സ്മാർട്ട് റോഡ് പൊക്കേണ്ടത്? അല്ലാതെ മോളിൽ കൊണ്ടുപോയി ടാറ് വെച്ച് തേച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ അവസ്ഥയൊക്കെ അറിയാമോ? നല്ല സ്മെല്ല. അതെ, കൃത്യമായ ഒരു ഡ്രെയിനേജിങ് സംവിധാനം ഇവിടെ ഉണ്ടോ? എത്രയോ കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇവിടുത്തെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ കൃത്യമായി പരിഷ്കരിക്കണമെന്ന്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ മറ്റേ മേലിൽ കൊണ്ടുപോയി ടാർ ഒട്ടിച്ചോളൂ എന്ന് എന്നായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞങ്ങളുടെ സ്മാർട്ട് റോഡ് വന്നപ്പോഴത്തേക്ക് താണ്ട വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നു. അത് പിന്നെ നിങ്ങൾ വിഷമിക്കണ്ട, നമ്മളെല്ലാം ശരിയാക്കും. ജനങ്ങൾ വിഷമിക്കും, കാരണം അവരാണ് ഈ ബുദ്ധിമുട്ടുന്നത്. ദിവസങ്ങളില് ആക്കുളമൊക്കെ എന്തുവാ മറ്റേ വിനോദസഞ്ചാര കേന്ദ്രം, അവിടെ വരെ വെള്ളം കയറി. വിനോദസഞ്ചാര കേന്ദ്രം പിന്നെ അതല്ലേ ഞങ്ങൾ പറയുന്നത്, വിനോദസഞ്ചാരികൾ മഴയത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോകരുതെന്ന് ഞങ്ങൾ നിർദ്ദേശം കൊടുക്കുന്നുണ്ടല്ലോ. മഴ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇതെല്ലാം അടച്ചുപൂട്ടും. അതെ, നിങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടെ പ്രധാന. വെയിലത്ത് മാത്രം നിങ്ങൾ ഇതൊക്കെ വന്ന് കണ്ടാൽ മതി. ഞങ്ങൾ സുരക്ഷ കാരണം ഇവിടെ പുറത്തിറങ്ങാൻ വയ്യ. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം മറ്റേ ആ ചാല ആ ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറി, വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറി. ഇതാണോ നിങ്ങളുടെ മാതൃക? നിങ്ങളുടെ ഡച്ച് മാതൃക ഇതായിരുന്നോ? പിന്നെ ഞങ്ങളുടെ ഞങ്ങൾക്ക് ചോദിക്കാതെ നിവൃത്തിയില്ല. ഒരു സ്മാർട്ട് റോഡ് വന്നപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കരുതി ഒരു മാറ്റം
ഇല്ല. ഇതൊന്നും മാറിയില്ലെങ്കിൽ തണ്ടിനും വായ്ത്താളം അടിക്കും ഒരു കുറവുമില്ല മേയർക്ക്. അതന്നെ, ഇതൊന്നും മാറിയില്ലെങ്കിൽ എന്താ ഞങ്ങളുടെ മേയറിന് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരം കിട്ടിയില്ലേ? ഉള്ളി തൊലിച്ചതിന് മറ്റേ 10,000 കൊടുത്ത് അവാർഡ് കിട്ടിയില്ലായിരുന്നു. അത് മേടിക്കാൻ പോയതിന് ഇപ്പം 3 ലക്ഷത്തിലധികം ചെലവാക്കി. അത് മറ്റേ 2 ലക്ഷത്തോളം ചെലവാക്കിയാണ് മേയർ അവിടെ എഴുന്നള്ളിയത്. 1.5 ലക്ഷം മറ്റേ എന്തിനായിരുന്നോ വിമാന ടിക്കറ്റ്. അതെ, നിങ്ങൾക്ക് സിറ്റിയിൽ വെള്ളം കയറിയപ്പോഴേക്കും മേയറിനെ പറയണം. അപ്പൊ ഗ്രാമപ്രദേശത്ത് വെള്ളം കയറി നിങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളം കയറിയാൽ അത് ഒഴുകി പോകാൻ ഒരുപാട് വഴികളുണ്ട്. വിവരക്കേട് പറയരുത് നിന്നോണ്ട് കേട്ടോ. അതുപോലെയാണോ നഗരത്തിൽ വെള്ളം കയറിയാല്? പാടത്തോട്ടും മറ്റേ പാടത്തോട്ടും തോട്ടിലോട്ടും കുളത്തിലോട്ടും ഒക്കെ ഗ്രാമങ്ങളിലുള്ള വെള്ളം ഒഴുകി പോകും. മനസ്സിലായോ? ചുമ്മാ നിന്ന് കണാന്ന് പറഞ്ഞ് വായിട്ട് അലയ്ക്കാനല്ലാതെ വല്ലത്തിനും കൊള്ളാവോ തന്നെയൊക്കെ. അത് പിന്നെ നഗരത്തിൽ വെള്ളം കയറിയപ്പോഴത്തേക്ക് ഇത് എങ്ങോട്ട് ഒഴുകി പോകും? ആ പൊളിച്ച് നിൽക്കുക. അത് ഭൂമിയിൽ താഴോട്ട് പോകും. ഇപ്പൊ ഭൂമിയിലോട്ട് ആഴ്ന്നിറങ്ങാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഡ്രെയിനേജ് ഉണ്ടോ ഇവിടെ? സൂര്യൻ വരുമ്പോ താഴോട്ട് പൊക്കോളും. ഇന്നലെ എവിടെയായിരുന്നു സൂര്യൻ വന്നത്? കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുവനന്തപുരത്ത് നിങ്ങൾ സൂര്യനെ കണ്ടായിരുന്നു. AKG സെന്ററിലെ സൂര്യനല്ല, മറ്റേ മാനത്ത് ഉദിച്ചു നിൽക്കുന്ന സാധനത്തിനെ നിങ്ങൾ കണ്ടായിരുന്നോ? നമ്മുടെ സൂര്യൻ മുകളിലുണ്ട് ആകാശത്ത്. ഇന്ന് തോരാതെ പെയ്തോണ്ടിരിക്കുകയായിരുന്നു മഴ, തോരാതെ. തിരുവനന്തപുരം കുഴിയിൽ വീണ് എത്ര അപകടങ്ങളാണ് ഇന്നലെ ഉണ്ടായത്? എത്ര അപകടം പറ. ഒറ്റ മുലക്ക് വെച്ച് തന്നോണ്ടല്ലോ. തിരുവനന്തപുരംകാരുടെ ശ്രദ്ധയ്ക്ക് സൂര്യൻ വന്നിട്ടുണ്ട്. ദേശാഭിമാനി മാത്രം വായിക്കരുത്. ലോക വിവരമൊക്കെ അറിയണമെങ്കിൽ, ചുറ്റും നടക്കുന്നതൊക്കെ അറിയണമെങ്കിൽ മറ്റു പത്രങ്ങൾ കൂടി ഒന്ന് നോക്കണം. മറ്റേ കക്കൂസി പോകുമ്പോ തുടയ്ക്കുന്ന പേപ്പറും കൊണ്ടാണല്ലോ ചകാക്കൾ നടക്കുന്നത്. എനിക്ക് പോടും അവിടെ എഴുന്നേറ്റ്. ഇത് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. തെറ്റുള്ളൂ. നാവ് പുറത്തോട്ടിട്ടാലുണ്ടല്ലോ അരിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും കേട്ടോ. വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ് കാശ് കൊടുത്തിട്ട് അവാർഡ് മേടിച്ചിട്ട് അത് മേടിക്കാൻ പോയതിന് ലക്ഷങ്ങൾ പൊടിച്ചെന്റെ മേന്മ വന്നെന്ന് പറയുന്നത് ഉളുപ്പുണ്ടോ? എന്തൊരു ലക്ഷം? വിമാനം ടിക്കറ്റിന് വേറെ 1 ലക്ഷം രൂപ, വിസയ്ക്ക് ഒരു 15,000 രൂപ, പിന്നെ ഭക്ഷണം താമസത്തിനും കുറച്ച് പൈസ. ഇതാണോ പൊടിച്ചു എന്ന് പറയുന്നത്? ഇത്ര പൈസയിലെ ഞങ്ങൾ ചെലവാക്കി. എടുത്തു കൊടുത്തത് അത് പിന്നെ അങ്ങോട്ട് പറയാനായിട്ട് അത് തനത് ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കോർപ്പറേഷൻ സർക്കാർ നിങ്ങളുടെ AKG സെന്ററിലെ ഫണ്ടെന്നല്ല. അല്ല, നിങ്ങളുടെ മറ്റേ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ കോർപ്പറേഷന്റെ പേരില്ലായിരുന്നല്ലോ. മറ്റേ ആര്യ രാജേന്ദ്രൻ CPIM എന്നായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ AKG സെന്ററിൽ അങ്ങോട്ട് എടുത്ത് കൊടുക്കണോടോ? കോർപ്പറേഷൻ കൊടുക്കുന്നത് എന്തിനാ? ജനങ്ങളുടെ കാശ് എടുത്ത് എന്തിനാ നക്കുന്നത്? പിന്നെ തനത് ഫണ്ട് കാശ് കൊടുത്ത് മേടിച്ച ഒരു അവാർഡിന് മറ്റേ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത് കൊണ്ട് നാട്ടുകാരെ കാണിക്കാൻ 2 ഗപ്പ് വേണം. അതിനങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഒരു അവാർഡ് എരന്ന് മേടിക്കാൻ പോകാൻ ലക്ഷങ്ങൾ പൊടിച്ചേക്കുന്നത് ഊച്ചാളിത്തരവെന്നല്ലാതെ ഇതിന് എന്തോന്നാണോ പറയുന്നത്? ഞങ്ങളുടെ പേര് 3 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുള്ളൂ. 3G ഇരിക്കുവാ ഇപ്പൊ മൊത്തത്തിൽ. തനത് ഫണ്ടിൽ നിന്ന് പൈസ കിട്ടുന്നത് നിങ്ങൾക്ക് ഇത്ര അസൂയ എന്താ? തനത് ഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തറവാട്ടിലെ ആണോടോ? സുസ്ഥിര നഗര വികസനമാണ് സുസ്ഥിര നഗര വികസനം ഞങ്ങൾ നടപ്പാക്കി. അത് രാജ്യത്തെ ഏറ്റവും പറഞ്ഞു മനസ്സിലാക്കുന്നതും നമുക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ അവാർഡ്. സുസ്ഥിര നഗര വികസനം നടപ്പാക്കിയ രാജ്യത്തെ ഏറ്റവും മേയർ. കൃത്യമായ ഒരു ഡ്രെയിനേജ് സംവിധാനമില്ല. സുസ്ഥിര വികസനം ഉണ്ടാക്കിയെന്ന്. എന്തോ സുസ്ഥിര വികസനം താങ്കളുടെ ഈ കാലയളവിൽ നിങ്ങളുടെ മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയത്? ഇപ്പൊ മനസ്സിലായില്ലേ? കാണിക്കാൻ ഒരു റോഡ് ഉണ്ടാക്കി. തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് സുസ്ഥിരം. മനസ്സിലായില്ലേ? തന്നെയൊക്കെ ഉണ്ടല്ലോ, ചൂലും കെട്ടിന് അടിക്കണം പുറത്ത് കണ്ടാൽ. വേണ്ട, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം കെട്ടി നിൽക്കുന്നതിനെയാണ് ഇവർ സുസ്ഥിര വികസനം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ? കോർപ്പറേഷൻ മാറിയിട്ടില്ലെന്ന് മനസ്സിലായില്ലേ ഇന്നലെ? ഇത് മാറില്ല, ഇത് സുസ്ഥിരമാണ്. സുസ്ഥിര വികസനം, നഗരവികസനം. തമ്പാനൂരിലെ വെള്ളക്കെട്ട് മാറൂല. അതാണ് ഞങ്ങളുടെ ഭരണ നേട്ടം. സ്മാർട്ട് സിറ്റി ഉണ്ടാക്കിയിട്ടും തമ്പാനൂരിലെ വെള്ളക്കെട്ട് മാറുന്നില്ല. സുസ്ഥിരം, അസുസ്ഥിര വികസനം. എന്ത് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇതാണ് സുസ്ഥിര വികസനത്തിന്റെ മറ്റൊരു കള്ളം പറയുമെന്ന് നാട്ടുകാർ വിചാരിച്ചു. അതെ, ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്, എങ്ങനെ പരിഹരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. എന്തോ പരിഹരിച്ചത്? 5 വർഷം കാലയളവിൽ പരിഹരിച്ച ഒരു കാര്യം താനെന്ന് പറഞ്ഞേ, ഒരെണ്ണം പറ. സ്മാർട്ട് റോഡ്, സ്മാർട്ട് റെയില്, റെയില് വന്നില്ല. വരും. ഒരു 5 വർഷം കൂടി തരൂ. ഞങ്ങൾ ഒരു 5 വർഷം കൂടി അല്ലേ ചോദിക്കുന്നുള്ളൂ. കൊടുക്കൂ. തമ്പാനൂരിൽ കൂടുതൽ വെള്ളം ഉണ്ടാക്കി തരും. വെള്ളം ഞങ്ങൾ ഇറക്കി തരും, വെള്ളം മാറ്റിത്തരും. കഴിഞ്ഞ ദിവസം വീടുകളിലെ വെള്ളം, മറ്റേ ഈ കോർപ്പറേഷൻ പരിധിയിലുള്ള വീടുകളിൽ വെള്ളം കയറിയിട്ട് അവിടുത്തുള്ളവരെ മാറ്റി പാർപ്പിക്കുകയാ ചെയ്തത്. അങ്ങോട്ട് ഇറങ്ങി ചെല്ലാൻ പറ മേയർ കേട്ടോ. മറ്റേ UK കിട്ടിയ കപ്പും കൊണ്ട് നാട്ടുകാർ ഊഞ്ഞാലാട്ടി വിടും. എന്താ മേയർ പോവാഞ്ഞത്? പിന്നെ വെള്ളം കയറിയ വീടുകളിലേക്കൊന്നും. ഞങ്ങക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയതൊക്കെ മറന്നു പോയോ? കിട്ടിയത് AKG സെന്ററിൽ കൊണ്ടുവയ്ക്കേ. സുസ്ഥിര വികസനവും കൊണ്ട് വന്നേക്കുന്നത്. ഇതിന് അവാർഡ് മേടിച്ചെന്ന് പറയുന്നത് സുസ്ഥിര വികസനത്തിന്.
അവാർഡ് കൊടുത്തവന്മാർ ഇവിടെ വന്ന് നോക്കാൻ പറയണം. ആര്യയുടെ സുസ്ഥിര വികസനം കാണണം. അവാർഡ് കിട്ടിയപ്പോ കണ്ണ് തട്ടിയതാണെന്ന് തോന്നുന്നു. പിന്നെ കണ്ണ് തട്ടാൻ മാത്രം അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് ഊച്ചാലിത്തരം കാണിച്ചതിനെയാണോ ഈ പറയുന്നത്? അത് പിന്നെ ഒരു താഴ്ച ഉണ്ടെങ്കിൽ ഒരു വീഴ്ചയുണ്ട്. അവാർഡ് മൊത്തം ഇങ്ങനെയാണല്ലോ. മേയർക്ക് ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയപ്പോ അതിന് താഴ്ച വരാൻ വേണ്ടിട്ട് ഒരു വെള്ളക്കെട്ട് വന്നു. അതിനിപ്പോ മഴ അതിനു വേണ്ടി പ്രവർത്തിച്ചു. അതെ 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 അത് സ്വാഭാവികം. കണ്ണ് തട്ടിയത് എന്നെ ഇന്റർനാഷണൽ അവാർഡ് സൂര്യനെ ഉദിച്ചു നിൽക്കാൻ പറയാൻ മേലായിരുന്നു. അത് പിന്നെ സൂര്യൻ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം നിവാസികളെ സൂര്യൻ വന്നിട്ടുണ്ട്. ഇന്ന് വെള്ളം താഴുന്നതായിരിക്കും, വെള്ളമൊക്കെ ഇറങ്ങുന്നതായിരിക്കും. തമ്പാനൂര് ഇനി വെള്ളക്കെട്ടുണ്ടാകാതെ ഞങ്ങൾ നോക്കുന്നതായിരിക്കും. അല്ല, ഞങ്ങൾ മഴ വരുമ്പോ ഇങ്ങനെ വായി തുറന്ന് നിൽക്കും. തന്നെയൊക്കെ വായം പൊളിച്ച് നിൽക്കാനല്ലാതെ എന്തിനു കൊള്ളാനിച്ച് പോടും. നിന്ന് തേയാതെ വന്നേക്കുന്നു. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് ഇവരെ കഴിയാതെ വേറെ ആരും. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് ഞാൻ മിണ്ടാ നിൽക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഭാഗത്തേ തെറ്റുള്ളൂ. അത് പിന്നെ നാറാതെ ചീഞ്ഞ് നാറാതെ പോ. ഊക്കേന്ന് കിട്ടിയ കപ്പും കൊണ്ട് മറ്റേ പ്രദക്ഷിണം നടത്ത്. അതും കൊണ്ട് എന്ത് ചെയ്യാന്നോ. വെള്ളം പുഴുങ്ങി തിന്ന് കോരി വെക്കാൻ കൊള്ളാം. വെള്ളം എടുത്ത് അതിനകത്ത് വെക്കും. അതിരിക്കും വേട്ടാവളിയന്മാര് വലിക്കണം.